Hello guys, welcome back to our channel Brothers Gaming. നമ്മളപ്പം പോപ്പി പ്ലാട്ടൈം ചാപ്റ്റർ 2യുടെ പാർട്ട് 3 ആയിട്ട് വന്നേക്കുകയാണ്. ഇപ്പോൾ നമ്മൾ ഇവിടെ ആയിരുന്നു പാർട്ട് 2 അവസാനിച്ചത്. നമുക്ക് കളി തുടങ്ങാം. എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യണം ഗൈസ്. നമുക്ക് സപ്പോർട്ട് എല്ലാവരും ചെയ്താലേ നമുക്ക് അടുത്ത പാർട്ടായിട്ട് ഇങ്ങനെ വിടാൻ കഴിയുള്ളൂ. അപ്പോൾ ഈ ഇവിടെ വഴിയില്ലാത്തിട്ട് നമുക്ക് ഈ കൊയിലേക്ക് ചാടണം തോന്നുന്നു. ഗൈസ് ഇവിടെ തന്നെ ആയിരുന്നു വകിയ വഴി. ഐക്യോടൊക്കെ പോയിരുന്നു. ഈ വഴി നിങ്ങൾക്ക് ഓർമ്മയില്ല, നമ്മൾ ആദ്യം വന്ന വഴിയായിരുന്നു. നമ്മൾ ഗെയിം സ്റ്റേഷനിൽ തന്നെ പിന്നെ എത്തി ഗൈസ്. രണ്ടാമത്തെ ഇതും കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ പോകേണ്ടത് സ്റ്റാച്യൂസ്. അതായിരിക്കും മൂന്നാമത്തേതാണെന്ന് കരുതുന്നത്. അടുത്ത മൂന്നാമത്തെ ലിവർ വെച്ച് മ്യൂസിക്കൽ മെമ്മറി വകയും ചെയ്തിട്ടുണ്ട്. സ്റ്റാറ്റസാണ് ഏറ്റവും പണി എന്നാണ് പറയുന്നത്. തുറക്കുന്നില്ല. ഓ ഗൈസ്, നമ്മൾ വലിക്കണം തോന്നുന്നു. 2 കൈ വെക്കണോ? ഇതിൽ കൂടെ പോകണം തോന്നുന്നു. സ്റ്റാച്യൂസ് ഇത് നമ്മൾ ജീവി ഏതോ ഒരു ജീവിയാണ് ഗൈസ്. വഴിയുണ്ട്. ഇതാണ് സ്റ്റാച്യൂസ്. കറണ്ട് പാസ് ചെയ്യണം ഗൈസ്. എന്തോ കറണ്ട് ചെയ്യാനുണ്ട്. ഇവിടെ നിന്ന് എന്തോ കറണ്ട് ചെയ്യാണ്ട്. പ്രസ് ചെയ്യറോ ഗൈസ്? ഒന്ന് നോക്കാം. നേരത്തെ ഉള്ള ജീവിയല്ലേ? PJയോ അതെന്ത് ജീവി? നമുക്ക് അവിടുന്ന് കറണ്ട് എടുത്തിട്ട് ഒന്ന് ആക്കി നോക്കാം. ഇങ്ങനെ കറണ്ട് വെച്ചിട്ട് ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ എന്താ ഗൈസ് ആവാത്തെ? ഇപ്പം ഇങ്ങനെ അല്ലേ? ഗൈസ് നമുക്ക് വഴി മനസ്സിലായി ഗൈസ്. ഇതെങ്ങനെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മളാദ്യം എന്താണ് ഈ സാധനത്തിൻ്റെ മുകളിലോട്ട് തൂങ്ങണം. അവിടെ തൂക്കിയിട്ട് നമ്മൾ എന്താണ് ഇതായിട്ട് ഇവിടെ ആക്കിയിട്ട് ഇങ്ങോട്ട് ചാടിയിട്ട് വേറെ ഈ കറണ്ട് ഇങ്ങനെ ഡിമ കണക്ട് ചെയ്തിട്ട് ഡിമ ഇങ്ങനെ കണക്ട് ചെയ്തിട്ട് ഈ പച്ചായിട്ട് ഇത് ഇങ്ങോട്ട് ആക്കിയിട്ട് അപ്പോൾ തന്നെ ഈ എടുത്തിട്ട് അവിടെ വെച്ചിട്ട് ആ എടുത്തിട്ട് അവിടെ നോക്കിയിട്ട് മുകളിലോട്ട് വലിഞ്ഞ് കയറിയിട്ട് നേരെ ഇവിടെ അങ്ങനെ വെക്കാം. ഗൈസ് പോയെന്ന് തോന്നുന്നു ഗൈസ്. നമുക്ക് ഒന്നുകൂടി ട്രൈ ചെയ്ത് നോക്കാം. കയറിയിട്ട് ഹൈമ കണക്കിയത് ധീമനെ ആക്കിയത് പിന്നെ പോയി ധീമയാക്കി വിട്ട് അപ്പോൾ തന്നെ അമ്മ ആക്കിയത് വിട്ട് അപ്പോൾ തന്നെ അമ്മ പിടിച്ചു. എന്നിട്ട് നേരെ അങ്ങനെ പിടിച്ചു തോന്നി കയറിയിട്ട് ഓരോ ഗൈസ് ഒന്നുകൂടെ ട്രൈ ചെയ്ത് നോക്കാം. ഇവിടെ നിർത്തിയിട്ടുണ്ട്. അപ്പോൾ ഗൈസ് ആയി ഗൈസ്, എന്തോ ആയി ഗൈസ് എന്നാണ് തോന്നുന്നത്. ഇപ്പോൾ സൗണ്ടൊക്കെ കേട്ടിരുന്നു. പോയി നോക്കാം ഗൈസ്. ഗൈസ് ഈ വഴി തുറന്നു ഗൈസ്. നേരത്തെ ക്ലോസ്ഡ് ആയിരുന്നു. ഇതാണ് തോന്നുന്നു നമ്മളെ മൂന്നാമത്തെ ഡെസ്ക്, ഏറ്റവും അവസാനത്തെ ഡെസ്ക്. ഒരു TV ഉണ്ട്, കണ്ടു നോക്കാം. Platinum Factory മൂന്നാമത്തെ ടാസ്ക്. This
This advanced obstacle course is designed to test your time. 4 തവണ മറ്റേ സ്ഥലത്ത് തിരിച്ച് സാധിക്കുന്നില്ല. ലാസ്റ്റ് അവസാനം നമ്മൾ ആ സ്ഥലത്ത് ആ ബുദ്ധി പ്രയോഗിച്ച് ചെയ്തിട്ടുണ്ട്. ഇഷ്ടം തോന്നുന്നു ആ PG ആണ് കേസ്. ഇത് നമ്മൾ നേരത്തെ ആ പ്രൊസീജിയർ നിൽക്കിയ PG ആണിത്. സംഭവം മനസ്സിലായിട്ടുണ്ട് ഗൈസ്. സംഭവം ഇതെന്ന് പറഞ്ഞാൽ ഒരു സ്ക്വിഡ് ഗെയിമിൻ്റെ ഒക്കെ ഗെയിം കാര്യമാണ്. ലൈറ്റ് കത്തുമ്പോൾ നമ്മൾ നിൽക്കണം, ലൈറ്റ് ഓഫ് ആകുമ്പോൾ നമ്മൾ ഓടിക്കൊണ്ടിരിക്കണം, വഴിയിലൂടെയൊക്കെ ഓടിപ്പോകണം. അതാണ് ഗൈസ് കളി. അഥവാ നമ്മൾ അവിടെ വഴി നിൽക്കുകയാണെങ്കിൽ ഇത് നമ്മളെ ബാക്കിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. നമ്മൾ വഴി തെറ്റിയാൽ ഇത് നമ്മളെ ബൈത്തിൽ തന്നെ വന്നുകൊണ്ടിരിക്കും. അങ്ങനെ അവസാനം കൊല്ലും ഗൈസ്. നമ്മൾ ലൈറ്റ് വെട്ടി കത്തുമ്പോൾ ഓടിയാൽ ഈ PG നമ്മളെ കൊല്ലുന്നതായിരിക്കും. എന്താ ഗൈസ് അവിടെ മോമിലൊന്ന് ഗൈസ്. They call me Mommy because I was the closest thing they ever had to one. But they സമുദ്രയിലൂടെയാണ് ഓടേണ്ടത്. അവിടെയൊക്കെ എന്തൊക്കെ ഉണ്ട് ഗൈസ്. and never come back. They left Mommy to die alone. Mommy didn't deserve that. But you worked here. So if anyone deserves ഈ PG നമ്മളടുത്തേക്ക് വരുന്നുണ്ട്. ഹായ് ഗൈസ്. ലൈറ്റ് എത്തുമ്പോൾ നിൽക്കണം ഗൈസ്. നമ്മൾ തീ കൂടെ പോകാൻ തോന്നുന്നു ഗൈസ്. ആ PG നമ്മളെ ബാക്കിൽ വരുന്നോണ്ടിരിക്കുന്നത്. അനങ്ങി ഗൈസ്. നമ്മൾ ലൈറ്റ് എത്തിയപ്പോൾ അനങ്ങിയത് കൊണ്ട് നമ്മളത് കൊന്ന് ഗൈസ്. ഞാൻ നോയിട്ട് കൂടി ട്രൈ ചെയ്ത് നോക്കാം ഗൈസ്. അപ്പോൾ നമ്മൾ ചത്തിരിക്കാണ്. ഇനി ഒന്നുകൂടി രക്ഷപ്പെടാൻ നോക്കാം. ചാടിച്ചാടി പോകണം. വരുന്നുണ്ട് ഗൈസ്. ഇവിടെ ഈസി, മീഡിയം, ഹാർഡ് എന്നൊക്കെ കാണിക്കുന്നുണ്ട്. നമുക്ക് ഈസിയുടെ ഏതെങ്കിലും കയറി നോക്കാം. ഈസിയാണ് നല്ലതെന്നാണ് തോന്നുന്നത്. ഇത് പെട്ടെന്ന് ആയിക്കോട്ടെ എടുക്കുന്നുണ്ട് ഗൈസ്. വന്നോണ്ടിരിക്കണേ. ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇത് പെട്ടെന്നാവുന്നത്. ബാക്കിൽ വരുന്നുണ്ടോ അറിയില്ല. അവരൊരു വഴി കാണുന്നുണ്ട് ഗൈസ്. പോകാനായിട്ട് നോക്കാം. ഗൈസ് നമ്മൾ എത്തി ഗൈസ്. ഇപ്പോൾ കളി തീർന്നോ? അത് PG വരുന്നോണ്ടിരിക്കുന്നുണ്ട്. നമുക്കൊന്ന് പോയി നോക്കാം. നമ്മുടെ വഴി ഉണ്ടോ നോക്കാം ഗൈസ്. കളി തീർന്നെന്ന് തോന്നുന്നു. ഇവിടെ എന്തെങ്കിലും വഴി ഉണ്ടോ ഗൈസ്? വഴിയൊന്നും കാണുന്നില്ല. ഗൈസ് ഇവിടെ ഒരു ഹോളി കാണുന്നുണ്ട് ഗൈസ്. ഇവർ ചാടി നോക്കാം ഗൈസ്. ഇവിടെ തൂങ്ങാനുണ്ട് ഗൈസ്. മമ്മി അവളെ കൊല്ലും എന്തോ പറയുന്നുണ്ട്. ഗെയിം ഈസ് ഓവറോ എന്തോ കോഡ് തരാമെന്നെന്തോ പറയുന്നുണ്ട്. മമ്മിയോനൊക്കെ എന്തോ പറയുന്നുണ്ട് ഗൈസ്. നമ്മളതൊന്നും കേൾക്കുന്നില്ല ഗൈസിന് എന്താ ദേശീയ അലറുന്നുണ്ട്. എനിക്ക് തൂങ്ങാൻ അറിയത്തില്ല. അതുകൊണ്ട് തന്നെ മമ്മിലോയിലേക്ക് നമ്മൾ അത് പറഞ്ഞ എല്ലാ ടാസ്കും തീർത്തത് കൊണ്ട് നമ്മൾ ആക്രമിക്കാൻ വരികയാണെന്നാണ് പറയുന്നത് ഗൈസ്.
ഇനി നമ്മളത് കൊല്ലാൻ നോക്കുന്നു എന്നൊക്കെ ഞാൻ പറയുന്നത്. നമ്മളത് തുരങ്കം ഉണ്ടായി അത് പറഞ്ഞ എല്ലാ ടാസ്കും തീർത്തതുകൊണ്ടാണെന്ന് തോന്നുന്നു. ഇവിടെ എല്ലാം തോന്നുന്നു. അല്ല അതുകൊണ്ട് വേറെ ഇപ്പുറത്തോട്ട് പോയി നോക്കാം. ഇവിടെ വഴിയില്ല ഗൈസ്. അപ്പോൾ എന്ത് ചെയ്യും ഗൈസ്? എവിടെയാണ് അപ്പോൾ ഒരു വാതിലുള്ളത്? ഓ ഗൈസ് ഇവിടെ തൂങ്ങാനുണ്ട് ഗൈസ്. തൂങ്ങി എത്തിയിട്ടുണ്ട് ഗൈസ്. അങ്ങോട്ട് പോകാൻ നോക്കാം. അതില്ല ആദ്യം കൊല്ലാൻ നോക്കുന്നു എന്നൊക്കെയാണ് പറയുന്നത്. ഞാൻ എന്തായാലും കൊല്ലുന്നൊക്കെ പറയുന്നുണ്ട് ഗൈസ്. ഇത് ഗൈസ് സ്ഥലം വാട്ടർ ട്രീറ്റ്മെൻറ്റോ? ഇവിടെ 2 വാതിലുകൾ കാണുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആ വാതിൽ വൃത്തിയാക്കി വെക്കാൻ പോകുന്നു ഗൈസ്. ഗൈസ് വൃത്തിയാക്കി വെക്കണം തോന്നുന്നു ഗൈസ്. വെച്ചു ഗൈസ്. ഞാൻ ഒന്നുകൂടിയും നോക്കി നോക്കാം. എന്തിനാണ് വേണ്ടത് തോന്നുന്നു. ഞാൻ സൈഡിലൂടെ പോയി നോക്കാം. ഈ റൂമിൽ പൂട്ടിയിട്ട കാര്യം കണ്ടപ്പോൾ തോന്നിയത് ഗൈസ്. ഇങ്ങനെയല്ല ഗൈസ്, ഇതൊക്കെയാണ് വഴിയില്ല ഗൈസ്. നമുക്ക് ഒന്നുകൂടി നോക്കി നോക്കാം. സംഭവം മനസ്സിലാവുന്നില്ല. നമ്മൾ ഈ വഴിയോടെ പൂട്ടിയിട്ടിട്ടുണ്ട് ഗൈസ്. എന്തോ കാണുന്നുണ്ട് ഗൈസ്. എന്തോ സാധനം വേണം ഗൈസ് ഒന്ന് തുറക്കാമെന്നാണ് തോന്നുന്നത് കണ്ടിട്ട്. ആ സാധനം ഇങ്ങോട്ടാക്കണം ഗൈസ്. സ്ലിപ്പായി ഗൈസ്. ഞാൻ അത് വാങ്ങിട്ട് നോക്കാം. ഞാൻ അങ്ങോട്ട് പോകാൻ നോക്കേണ്ടത്. കണ്ടോ അവിടെ എന്തൊരു സാധനം അവിടെ വെക്കണം ഗൈസ്. നമുക്ക് ഇതിൽ കൂടെ ഇങ്ങോട്ട് പോകാൻ പറ്റിയത് നോക്കാം ഗൈസ്. ഇവിടെയാണ് തുറന്നിരിക്കുന്നത്. ഇതൊക്കെ പറയുന്നുണ്ട് ഗൈസ്. എനിക്ക് തോന്നുന്നത് നമ്മൾ അടുക്ക് പോകുന്നുണ്ട്. ഈ ടോയ് ഉണ്ടാക്കാന്നാണ് എനിക്ക് തോന്നുന്നത്. നമുക്ക് ഈ ബട്ടൺ നോക്കി വെക്കാം. ഓ ഗൈസ് ആ ടോയ് നമ്മൾ എടുക്കണമെന്നാണ് തോന്നുന്നത്. അതുപോലുള്ള കാണുന്ന എല്ലാ ബട്ടണും വെക്കണം ഗൈസ്. അത് വെച്ച് ഗൈസ് ഇന്ന് മുകളിലോട്ട് പോകാൻ നോക്കാം. മുകളിലോട്ടുണ്ട് ഗൈസ്. നിൽക്കാം ഗൈസ്. അവിടെ ഉണ്ട് ഗൈസ് അവിടെ ബട്ടൺ. അതും കണ്ടായി ഗൈസ്. ഇനി വാങ്ങിയ ബട്ടൺ ഉണ്ടോ നോക്കാം. അടിയിലിരുന്നില്ലേയും ചെടിയിലിരുന്നുണ്ട്. എന്തെങ്കിലും ബട്ടൺ ഉണ്ടോ നോക്കാം ഗൈസ്. അടിയൊരു ബട്ടൺ കണ്ടതായി തോന്നുന്നുണ്ട് ഗൈസ്. അതൊക്കെ നൽകി വെക്കാം. പൈസ എടുക്കാൻ നോക്കാം. മോളിക്കൊന്ന് പോയേക്കാം. ഈ പാവത്തിന്റെ അടിയിലോട്ടാണ് ഓടുന്നത്. അപ്പോൾ ഒരു നീല ബട്ടൺ വെക്കേണ്ടി വരും തോന്നുന്നു. ആ ഗൈസ് അവിടെ ഒരു നീല ബട്ടൺ കാണുന്നുണ്ട് ഗൈസ്. നിൽക്കി ഗൈസ്. ഗൈസ് അതൊന്ന് അങ്ങോട്ട് പോകുന്നേ. സംഭവം മനസ്സിലായി. ഗൈസ് അങ്ങനെയായിരുന്നു ഗൈസ്.
നമുക്ക് പാവ കിട്ടി കഴിഞ്ഞാൽ അങ്ങോട്ടാണ് പോകുന്നത് തോന്നുന്നു. നെറ്റ് അടിയിലേക്ക് പോകാം. ഇനി അവിടെ പാവയെ വെക്കാന്ന് ഗൈസ്. അപ്പോൾ ഇവിടെ സാധാ പോലെ തന്നെ അപ്പോൾ അവിടെ പാവ ഞാൻ വഴി അങ്ങോട്ടാക്കണം ഗൈസ്. ഇനി ഇതിലൂടെ ഒന്ന് പോയി നോക്കാം ഗൈസ്. പാവച്ചൂട്ടി വെച്ചിട്ടുണ്ട്. ഇനി തുറക്കാൻ നോക്കാം ഗൈസ്. തുറന്ന് ഗൈസ്. അങ്ങനെ തന്നെയാണ് സംഭവം. ഒരു അടിയിട്ടൊരു വഴിയുണ്ട് ഗൈസ്. നമുക്ക് അതിൽ കൂടെ പോവാം. സൈഡിലും അങ്ങോട്ടും വഴിയുണ്ട് ഗൈസ്. അങ്ങോട്ടൊന്ന് പോയി നോക്കണം. ഇവിടെയാണ് വഴി, മറ്റടുത്ത് വഴിയില്ലെന്ന് തോന്നുന്നു. കൈസോടി കറണ്ട് വാസനം തോന്നുന്നു. നോക്കാം, അങ്ങോട്ടൊന്ന് പോയി നോക്കാം ഗൈസ്. ഇവിടെയുണ്ട് ഗൈസ് കറണ്ട്. എനിക്ക് തോന്നുന്നത് നമ്മൾ ആ സാധനം തുറക്കണം എന്നാണ്. ഗൈസ് അപ്പോൾ ഇത് താഴ്ന്നു ഗൈസ്. ഗൈസ് ആവുന്നില്ല ഗൈസ്. ഇവിടോട്ടാണ് നേരത്തെ വരാനുള്ളത്. ഇതായിരുന്നു ഗൈസ്. നേരത്തെ ഒന്ന് കണ്ട വഴി ഇതായിരുന്നു ഗൈസ്. ഇതിലൂടെ പോയാൽ ഗൈസ് ഇവിടെ വഴി വെച്ചിട്ട് ഇവിടെ എങ്ങനെ വെച്ചാൽ ആവുന്നില്ല ഗൈസ്. ഗൈസ് അപ്പോൾ അതാവുന്നില്ല ഗൈസ്. നമുക്ക് വേറെ ട്രിക്കും കൂടി യൂസ് ചെയ്ത് നോക്കാം ഗൈസ്. ഒരു പോയി നോക്കണ്ട വരും ഗൈസ്. ഗൈസ് ഒന്നുകൂടി ആക്കണം തോന്നുന്നു. ഒന്നും ആവുന്നില്ല ഗൈസ്. കഴിയുന്നില്ല ഗൈസ്. ഇപ്പോഴും ഭയങ്കര പണിയുണ്ടെന്ന് തോന്നുന്നു.
ഗൈസ്, അപ്പോൾ നമ്മൾ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഇത് ചെയ്യേണ്ടതിനൊക്കെ ഫുൾ പ്ലാനോട് കൂടി നമുക്ക് അടുത്തൊരു പാർട്ടായിട്ട് വരാം. അതുവരെ ബൈ ബൈ. I'll be the last one left when